പടങ്ങളൊക്കെ പശ്ചാത്തലത്തിൽ എന്തായാലും നമുക്ക് നടപടി എടുത്തേ പറ്റും. കാരണം അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇതെന്തോ ഇയാൾ പെട്രോൾ പമ്പ് വിടുവാണ്. കൊള്ളാലോ, ബ്രേക്ക് ഔട്ടേ വെള്ളം വരും. കൊള്ളാലോ, പെടലൂടെ ചെയ്ത് കൊടുത്താൽ ചെറുതായിട്ട് നീങ്ങല്ലേ. വെള്ളി ചവിട്ടണോ? നിങ്ങളാണ് വിജീഷ്? വന്നോട്ടെ. ഈ പിന്നെ ചാരുമൂടിനും കരുവളക്കിനും ഇടയിൽ ഇടതുഭാഗത്ത് പ്രവർത്തിക്കുന്ന കസ്റ്റം ഗ്യാരേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഈ സ്പെയർ പാർട്സുകളൊക്കെ റീകണ്ടീഷൻ ചെയ്ത് ഉപയോഗിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും ഇതിനൊക്കെ പരിപാടിയാണെന്നാണല്ലോ പറയുന്നത്. ഇല്ല, അങ്ങനൊന്നുമില്ല. നമുക്ക് സ്പെയർ എല്ലാം അവൈലബിലിറ്റി ഉണ്ട്. പഴയ വാഹനങ്ങൾ നമ്മളിവിടെ പണിയുന്നത്. പൊതുവെ പുതിയ വണ്ടികളുടെ പണിയില്ല. ഇതെന്ത് കണ്ടം ചെയ്ത വണ്ടിയാണോ? അല്ലല്ല, ഇത് നമ്മള് റീബിൽഡ് ചെയ്ത്. ഇത് പഴയ വണ്ടി. പുതിയ വണ്ടി നിങ്ങൾ മാനുഫാക്ചറിംഗ് ഉണ്ടോ? ഇല്ല, നമ്മൾ ഇതിനെ റീകണ്ടീഷൻ ചെയ്ത്, അതായത് അതിനെ ഒന്ന് പുതുക്കി മാറേണ്ട പാർട്സുകളൊക്കെ മാറി എടുക്കും. ഇത് പഴയ SD അല്ലേ? അതെ, പഴയ SD. എത്ര കൊല്ലം പഴക്കമുള്ളതാ? ഇത് ഒരു 84 മോഡൽ വണ്ടിയാണ്. സ്പെയർ പാർട്സ് ഒക്കെ പുനരുപയോഗം ചെയ്തിട്ട് പിന്നെ ടയറൊക്കെ നിങ്ങൾ കണ്ടീഷൻ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടൊക്കെ പരാതി. നിങ്ങളുടെ വീട്ടിലും സംഭവം ഉണ്ടെന്ന് പറയും. ഇല്ല, അങ്ങനൊന്നുമില്ല. നമുക്ക് നാട്ടുകാർ പരാതി നിൽക്കുന്നത് ഈ ഇവിടെ തന്നെ ഉള്ള ഒരാളാണല്ലോ പരാതി നിൽക്കുന്നത്. അത് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും. ഇതിന്റെ സാധനങ്ങളെല്ലാം കിട്ടും. ഇതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ തന്നെ കൊട്ടാരക്കര തന്നെ ടയർ കണ്ടീഷൻ മോശമായിട്ടാണ് ഒരു അപകടം ഉണ്ടായത്. അപ്പൊ അങ്ങനെ നിങ്ങൾ അങ്ങനെ റീകണ്ടീഷൻ അല്ല, ഇതെല്ലാം ബ്രാൻഡ് ന്യൂ സാധനങ്ങൾ. പുതിയ ടയറാണല്ലോ. ഇത് പുതിയ ടയർ എല്ലാം കിട്ടുന്നുണ്ട്. റീകണ്ടീഷൻ ടയർ വെച്ച് നിങ്ങൾ വീട്ടിൽ എന്തൊക്കെ പരിപാടികൾ ചെയ്തിരിക്കുന്നു പറയുന്നത്? ഈ വീട്ടില് പിന്നെ എല്ലാരും കാണാതെ നിങ്ങൾ സെയിൽ നടത്തുന്നത്? ഇല്ല, അങ്ങനെയുള്ള സെയിലുകളൊന്നും ഇല്ല. സാറെല്ലാം വീട് വന്ന് വിസിറ്റ് ചെയ്യാം, വീട്ടിൽ നോക്കി അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് അറിയത്തില്ല. കാരണം ഇപ്പൊ അപകടങ്ങളൊക്കെ പശ്ചാത്തലത്തിൽ എന്തായാലും നമുക്ക് നടപടി എടുത്തേ പറ്റും. കാരണം അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇല്ല, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയിൽ സാറ് നോക്കുക, എല്ലാം പുതിയ സാധനങ്ങൾ ഇട്ടിരിക്കുന്നത്. ഇത് പുതിയതാണ്. ഇത് പുതിയതായിരിക്കും. ഇത് പുതിയ ടയറായിരിക്കും. അതെ. പക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇതിനെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വീട്ടിൽ നിങ്ങൾ വെച്ച് കച്ചവടം ചെയ്യുന്നുണ്ട്. സ്പെയർ പാർട്സിന്റെ കച്ചവടം ഇല്ല. നമ്മളെല്ലാം ആവശ്യത്തിനനുസരിച്ച് വാങ്ങിക്കുള്ളൂ. പിന്നെ വീട് വന്ന് പരിശോധിക്കാനുള്ള സ്പെയർ ഉണ്ടെങ്കിൽ സാറിന് അവിടെ കാണാൻ പറ്റുമല്ലോ, വന്ന് നോക്കാം. നിങ്ങളുടെ വീട് എവിടാ? എന്റെ വീട് കരിമ്പളക്കൽ തന്നെ സാറേ. നിർത്താം, നമുക്ക് പോകാം. വീട് കാണണം. കാരണം അത് നോക്കിയേ പറ്റൂ. എന്നാ നമുക്ക് വീട്ടിൽ പോയി നോക്കാം. ഇതും SD അല്ലേ? SD 250. ഓ, ഇതാണ് സിംഗിൾ ലിവർ പഴയ കാലത്തെ അല്ലേ? ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തല്ലേ? അതെ. ഇത് കസ്റ്റമേഴ്സ് ഒക്കെ പണിയാനായിട്ട് കൊണ്ടിരുന്നതാണ്. അപ്പൊ അവര് നല്ലോണക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇതൊക്കെ പണിയുന്നത്. എല്ലാവരും അവരുടെ പാഷനും മെമ്മറി ഒക്കെ ആയിട്ട് പണി. കൂടുതലും പഴയ യമഹ ഒക്കെ റീകണ്ടീഷൻ. നമ്മള് വിന്റേജ് വണ്ടിയുടെ പക്ഷെ അതിനൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഈ സ്പെയർ പാർട്സ് റീകണ്ടീഷൻ ചെയ്തിട്ട് അങ്ങനെയുള്ള പരിപാടി ചെയ്യാൻ പറ്റത്തില്ല. ഉപയോഗശൂന്യമായ പാർട്സ് വണ്ടിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കത്തില്ല. വണ്ടിക്കകത്തോട്ട് കയറാം കേട്ടോ. നമുക്ക് വീട്ടിലോട്ട് പോകാം. വീട് ഒരുപാട് ദൂരമുണ്ട്. ഇതാണ് വീട്? അതെ. ഇതാ. ഓ, എന്ത് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്? ടാങ്ക് ഒക്കെ സ്പെയർ പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്പെയർ പാർട്സ് ഒക്കെ വെച്ചാൽ നമ്മള് ചെയ്തേക്കുന്നത്. എന്ത് സാധനം ഇത്? വണ്ടിയുടെ പെട്രോൾ ടാങ്ക്. കൊള്ളാം. ലെറ്റർ ബോക്സ് ആണോ? ലെറ്റർ ബോക്സ്. ഇതെങ്ങനെ ലെറ്റർ എടുത്ത് ഇതിനകത്ത് കൂടെ ലെറ്റർ ഇടും? അല്ല, ആ ബാക്കിലത്തേത് ഞാനതൊരു ഇതിനായിട്ട് വെച്ചെന്നുള്ളൂ. വെളിയിൽ ലഗേജ് വല്ല ഇടുവാണെങ്കിൽ. ടാങ്ക്. ഇതെന്ത് വണ്ടി വെട്ടി കണ്ടിച്ച് വെച്ചിരിക്കുന്ന അംബാസഡർക്കാരെ? ഇതൊക്കെ ഞാൻ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പരാതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പാർട്സിന്റെ ഒക്കെ കാര്യമായിരിക്കും പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ഞാൻ എന്റെ വീട്ടിലെ യൂസിങ്ങിന് വേണ്ടി ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. അല്ലാതെ വേറെ ഇത് അംബാസഡർ ഫ്രണ്ട് നമ്മള് അത് സ്ക്രാപ്പിൽ നിന്ന് എടുത്തത്. നമ്മള് കട്ട് ചെയ്യാനായിട്ട് വന്നതേ. സ്ക്രാപ്പ് ചെയ്ത വണ്ടിക്ക് വണ്ടിയാണോ? ഓടുന്നതല്ല. എഞ്ചിനൊന്നുമില്ല. ഷൂറാക്കാ പോയപ്പോ ഷൂറാക്ക്. കൊള്ളാലോ. ഇത് സെറ്റി കൊള്ളാലോ. ഇങ്ങനെ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ആണ്. അതിപ്പോ ഒരു നശിച്ച ഒരു ചേതക്കിന്റെ ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ അതെടുത്ത് നമ്മള് ലൈറ്റ് ആക്കിയായിരുന്നു. വീട്ടിലാരും വിളിച്ചേ? ഡോർ എന്ത് ഇത്? അനു, ഇത് നമ്മുടെ സ്പാനറാ. ഫുൾ ഓട്ടോമൊബൈൽ. അതെ. തുറന്നോ, അവളെ എടുത്തോണേ. വേറെ മാത്രമല്ല, ഇപ്പൊ ടൂൾസും ഉണ്ട്. ഇത് യമഹയുടെ ഒരു എഞ്ചിനാണ്. മറ്റേ മോക്ക് പഠിക്കാനായിട്ട് ചെയ്താ. മോളെ ചെറുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ആദ്യം ഞാൻ ചെയ്ത ഒരു സാധനം ഇതാ. സ്പെയർ പാർട്സിനകത്ത് എഞ്ചിനകത്ത്. അപ്പൊ നമ്മള് സ്ക്രാപ്പ് വേറെ വണ്ടികളിലൊന്നും സാധനം കയറ്റാറില്ല. നമ്മളിങ്ങനെ എന്തെങ്കിലും ആർട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാതെ സ്പെയർ കച്ചവടം ഒന്നും ഇല്ല. എഞ്ചിന് സ്പാർക്ക് പ്ലഗ് ഇത് വർക്ക് ചെയ്യത്തില്ല. ഡാമേജ് ആയതാ. അതിനെ ഞാൻ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഫാൻ നോക്കി പരാതി കിട്ടിയപ്പോഴേ ഞാൻ വിചാരിച്ചു ഇയാള് തെറ്റിദ്ധരിപ്പിച്ചാൽ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ സ്പെയർ പാർട്സ് കൊണ്ട് നമുക്ക് നമ്മുടെ സ്വിഫ്റ്റിന്റെ ക്ലച്ച് ഡിസ്ക് ആണ്. ഇത് പ്രഷർ പ്ലേറ്റ് എന്ന് പറയും നമ്മൾ എഞ്ചിനുള്ളിൽ ഗിയർ ബോക്സിനുള്ളിൽ വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ക്ലോക്ക് ആക്കി മാറ്റിയത്. അപ്പൊ ബാറ്ററി തീർന്നത് വർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ അതിൽ ലൈറ്റാ. അത് ആ ലൈറ്റ് ഒന്ന് ഇട്ടേ മോളെ ഇതിനകത്ത്. ഇത് നമ്മുടെ സ്പ്രേ ഗണ്ണ് ഇതുണ്ട്. അതെല്ലാം വർക്കിംഗ് ആണ്. ഇത് രണ്ടും ആരൊക്കെയാ? ഏതാ? ഇത് അളിയൻ.
ഇത് അച്ഛൻ മരിച്ചുപോയി. അളിയനും 3 വർഷമായി മരിച്ചുവിട്ട്. ഓ ഓ 3 വർഷം ആവുന്നു. ഇതെന്ത് ഇയാൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ല, അത് അച്ഛന്റെ ജോലി പറഞ്ഞു. അച്ഛൻ തെങ്ങിയെത്തിയ ജോലിയായിരുന്നു. അച്ഛന്റെ ജോലി അതായിരുന്നു. അപ്പൊ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന സാധനം അത്. ഒരു ദിവസത്തെ പരിശോധനയിൽ 2 ദിവസം പരിശോധനയിലോ ഒന്നും തീർത്തില്ലല്ലോ. ഇത് ഒരു ഫിറ്റ്നസ് വരുന്ന നമ്മുടെ ഒരു വണ്ടിയായിരുന്നു. അപ്പൊ ഉപയോഗിച്ചോണ്ടിരുന്നത് കളയാൻ മനസ്സിലായിരുന്നു. അപ്പൊ ഞാൻ അതിനെ അതേപോലെ കട്ട് ചെയ്ത് ഒരു പീസ് സെറ്റ് ആക്കി ബാക്കിലത്തെ പീസ് അവിടെ ഇങ്ങനെ ചെയ്ത് എല്ലാം ഇരിക്കുക സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുക. ഒന്നും കുഴപ്പമില്ല. ഞങ്ങൾ ഇതാ യൂസ് ചെയ്ത് നമ്മുടെ ഇതിന്റെ മേളിൽ കയറാനുള്ള സ്റ്റെയർ ഇതാ. ഇല്ല ഒരു കുഴപ്പമില്ല. ഇല്ല നേരത്തെ കയറിക്കുക. ഇതിന്റെ മുകളിലൊക്കെ സാധനങ്ങളുണ്ടോ? ഇല്ലില്ല, ബൈക്കൊക്കെ കഴിച്ചു വെച്ചിരിക്കുക. നമ്മുടെ വണ്ടികളുടെ ഒക്കെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കുന്നത്. ഇതൊന്ന് സൈക്കിളിന്റെ റിമ്മ. ആ റിമ്മിനകത്ത് നമ്മള് ലൈറ്റ് ചെയ്തേ. ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ ചെലന്തി വലയൊക്കെ കയറുന്നത്. അപ്പൊ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കണം. പെട്ടെന്ന് ഒരു മരമൊക്കെ ആയതുകൊണ്ട് നമ്മളൊന്നും ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് ഈ റൂമിന്റെ ലോക്ക് സ്പാനർ ഞങ്ങളുടെ ബെഡ്റൂം ആയത്. ഇതൊക്കെ കുഴപ്പമാ. ഇത് ടൂൾസ് പിന്നെ പ്ലെയർ കൊണ്ടിട്ടൊക്കെയാണ് ഇതെല്ലാം കുഴപ്പക്കാരാ. എല്ലാം കുഴപ്പമാണ്. പിന്നെ അപ്പുറത്ത് സ്പാനറാണ് ചെയ്തിരിക്കുന്നത്. അപ്പുറത്തെ റൂം അവിടെ കൊണ്ട് വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത സാധനങ്ങളുണ്ട്. ഇത് കൊള്ളാലോ. ഇതിപ്പോ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി തട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്ത വേസ്റ്റ് ടയർ പറഞ്ഞ പഴയ ടയർ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യും. ടയർ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വണ്ടികൾ ഉപയോഗിക്കുന്നില്ല. ഒരു കാരണവശാലും വാഹനങ്ങളിൽ ഉപയോഗിക്കരുത്. കാരണം ഈ ഇങ്ങനെ ചെത്ത ടയർ ആണെങ്കിൽ പിന്നെ ടയർ ബേസ്റ്റ് ആയിട്ട് അറിയാം. അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും ഉറപ്പായിട്ടും. കാരണം ഇങ്ങനെ വേണം ചെയ്യാൻ. കാരണം വണ്ടിയിലേക്ക് പോകുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കുന്നു. അപ്പം നിങ്ങൾ ചെയ്ത മാതൃകാപരമാണിത്. ഇങ്ങനെ ആണെങ്കിൽ അടുത്ത സാധനം സൈക്കിളിന്റെ ഇവിടുത്തെ ചെയർ ആയിരുന്നു. കൊള്ളാം. പിന്നെ ഞാൻ കളക്ട് ചെയ്ത പാർട്സുകളെല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കാൻ വേണ്ടി. അല്ല, ഇതിപ്പോ ഒരു വണ്ടികളുടെ സാധനം ഇത് ഇന്നത് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് പറഞ്ഞു കൊടുക്കാനും നമുക്ക്. ഈ പർട്ടിക്കുലർ ഇതാണ് പിസ്റ്റണും കണക്റ്റിംഗ് റോഡും. ഇത് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഫുഡ് കഴിച്ചോണ്ട് വേണമെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാം. അതെ അതെ. ഇത് ബ്രേക്ക് പാഡ്, ഇത് കണക്റ്റിംഗ് റോഡ് അല്ലേ? ഇതിന്റെ മോള് വരച്ചതാണ്. ഇതൊരു ബോട്ടിലാണ്, നമ്മുടെ ഓൾഡ് മങ്കിന്റെ ലിക്കർ ബോട്ടിലാണ്. അച്ഛനും മക്കളും ഒക്കെയും കലാകാരരും ഇതൊക്കെയാണല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. വന്നേ, പേരെന്താ മോടെ? എത്ര മോള് പഠിക്കുന്നേ? 9 സ്കൂളിലാ? ഓക്കെ, അടിപൊളിയാണ്. കൺഗ്രാജുലേഷൻസ്. എങ്ങനെ വേണം പിന്നെ കുട്ടികളായാല് മാതൃകാപരമാണ്. അച്ഛനെ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ. പിന്നെ വാഷ് ബേസിൻ ഇത് പെട്രോൾ പമ്പ് ഇവിടെ നോക്കിയ മാനിഫോൾഡ്. ഇത് കറക്റ്റ്. സാറിന് ഇത് അറിയാവുന്നുണ്ട്. എല്ലാരും പറഞ്ഞു മനസ്സിലാക്കിക്കുവായിരുന്നു ഇവിടെ വരുന്നവരെ. സാർ എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പരിചയം. സാറിന് അത്രയ്ക്ക് ആ വണ്ടിയുടെ സാധനങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. ഉള്ളിലുള്ള ലൈറ്റ് ടയർ, ഇത് ടയർ, ഇതിനകത്ത് ഗ്ലാസ്. ഇത് നമുക്ക് 3 പാറ്റേണിൽ കത്തും. ഇതൊക്കെ നമ്മൾ ചെയ്തെടുത്താൽ. പിന്നെ ഇത് സുമോടെ മാനിഫോൾഡാ സാറേ. ഇതെന്തോ ഇയാൾ പെട്രോൾ പമ്പ് ഇടാണ്. ബ്രേക്ക് ഒട്ടിയാൽ വെള്ളം വരും, കൈ ഇടുക. പെട്രോളൊന്നും അല്ലേ? അല്ലല്ല, പെട്രോൾ തന്നെ. ഇത് നമ്മുടെ സ്വിഫ്റ്റിന്റെ കോയിൽ സ്പ്രിങ്, നമ്മുടെ ഷോക്ക് അബ്സറിന് വരുന്ന സാറേ. ബെസ്റ്റ്. ഇത് ലൈറ്റ് ഹാങ് ചെയ്തേക്കുന്നത് ഷോക്ക് അബ്സർ. പിന്നെ ഇത് മാക്ഫേഴ്സൺ സ്റ്റഡിന്റെ ബാക്കി. അതെ അതെ അതെ. ഇത് നമ്മുടെ ഒരു തവയാ യൂസ് ചെയ്തോണ്ട് അതിനെ ക്ലോക്ക് ആക്കി മാറ്റിയതാ. വീട്ടിലെ സാധാരണ തവ മുട്ട വയ്ക്കാൻ ഉപയോഗിക്കുന്നത്, ഇവിടെ ക്ലോക്ക് ആയിട്ട് ഉപയോഗിക്കും. ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമ്മുടെ ഫ്രിഡ്ജാ. ഇത് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തെടുത്തത്. ഇത് വോൾക്സ്വാഗൻ കോംബി. ഈ ഒരു വണ്ടിയുടെ മോഡലില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അപ്പൊ അത് രീതിയിലാക്കി എടുത്ത ഏകദേശം അതേ രീതിയിലോട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റിയത്. വോൾക്സ്വാഗൻകാര് കാണേണ്ടത്. പുതിയ കുറെ ഐഡിയാസ് ഉണ്ട്. അവിടെ ഇരിക്കുന്ന മറ്റേ ബജാജ് ചേതക്കിന്റെ ബാക്ക് പീസ് ആണ് ഇതിനകത്ത് കയറ്റിയത്. അതിൽ എഞ്ചിനും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. നമ്മളതെല്ലാം അതേപോലെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത്. അത് ടേബിളായി. അതെ അതെ. അത് ടേബിളിന്റെ ഒരു ബോർഡർ ആയിരുന്നു. കാല് നമ്മൾ കുറച്ചതിന്റെ അതുള്ളതുകൊണ്ട്. 100 കിലോ ഉള്ള ഞാനും ഈ വണ്ടി ഓടിച്ച് എനിക്ക് റെക്കോർഡ് ഇടണം. അപ്പൊ ഇത്രയും വിഡ്സ്റ്റാൻഡ് ചെയ്യാന്നുള്ളത് വലിയ കാര്യമാണ്. നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ. ഇത് സാറേ സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ വണ്ടിയാ. നിങ്ങൾ റീകണ്ടീഷൻ സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ വണ്ടിയെ നമ്മള് ഇതിനെ റീകണ്ടീഷൻ ചെയ്തിട്ടാണ് നമ്മൾ റൈഡ് ചെയ്തത്. ഇത് 22cc, ലോകത്തിലെ ഏറ്റവും CC പറഞ്ഞത്. ഇത് ഇറ്റലിയാണ് മെയ്ഡ് കേട്ടോ. മോർബിഡല്ലി എന്ന് പറയും. ലൈസൻസും രജിസ്ട്രേഷൻ വേണ്ടാത്ത. അത് അങ്ങനല്ല, എനിക്ക് അതിനെ കുറിച്ച് വിശദം പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അത് ലൈസൻസ് ഇത്ര CC അല്ലേ? അതെ അതെ. പെടലൂടെ ചെയ്ത് കൊടുത്താ ചെറുതായിട്ട് നീങ്ങിയല്ലേ. പെടല് ചോട്ടണോ?
വെള്ളോടെ ചെയ്യാം. പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് പെട്രോൾ ഇല്ല, ഇത് കുറ്റം തന്നെയാണ്, അതിഭയങ്കരമായ ഇത് ഒരു ഞാൻ സത്യം പറഞ്ഞാൽ വന്നത് പിന്നെ ഇയാള് അതിഭയങ്കരമായി റീകണ്ടീഷൻ ചെയ്തു, കഴിഞ്ഞ ഒരു അപകടം ഉണ്ടായി, അപ്പോ അതേപടി പോലെ ടയർ ഉപയോഗിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു പരാതി കിട്ടിയിട്ടാണ് പിന്നെ നമ്മള് അല്ല, പൊതുവെ എല്ലാവരും ഒരു ധാരണയുണ്ട് പഴയ വണ്ടികളുടെ സ്പെയർ കിട്ടുന്നില്ലെന്ന്. അതൊരു തെറ്റിദ്ധാരണയാണ്. നമുക്കൊരു 90% പാർട്സ് നമ്മൾ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ചിലതിനെ നമുക്ക് അതിനെ റീകണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉള്ള തേയ്മാനങ്ങൾ പരിഹരിച്ച് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഇടാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷെ വണ്ടികളിൽ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഗ്യാരേജിന്റെ ഒരു പ്രത്യേകത അതാണ്. മോഡിഫിക്കേഷൻ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്, എന്നാൽ ചെയ്യുന്നുണ്ട്, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, വണ്ടിക്ക് ടെക്നോളജികൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ട് ഇത് ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ, ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കുടുംബമായിരിക്കും. ഉറപ്പായിട്ടും ഞങ്ങള് ഈ ട്രാഫിക് അവയർനെസിന്റെ ക്ലാസ്സിനെ മീഡിയവരോട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പരാതി കിട്ടിയ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ജോയിന്റ് ഡയറക്ടർ പറഞ്ഞതും ഞങ്ങള് പിന്നെ ഇന്നലെ കിട്ടിയല്ലോ പരാതി, ഡേറ്റ് കണ്ടില്ലേ. അപ്പോൾ ഇന്ന് തന്നെ ഇത് അന്വേഷിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം വന്നു. ഇനി അധികാരികളെ അറിയിക്കാം. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഇയാള് കണ്ടതിനേക്കാൾ ഉപരി വലിയ കുഴപ്പക്കാരനാണ്. എല്ലാ കാര്യങ്ങളും ഇയാൾ ഉപയോഗപ്പെടുത്തി. വേഴ്സറ്റൈൽ പേഴ്സണാലിറ്റി. ഇവിടുന്ന് കണ്ടില്ലല്ലോ, ഇത് നമ്മുടെ 407 പിസ്റ്റൺ ആണ്, ഇത് വെന്റിലേഷൻ ആണ്. ഇത് പിസ്റ്റണും കണക്ടിംഗോടും വെച്ചിട്ട് വേറെ സാധനം വെന്റിലേഷൻ, നമ്മുടെ വെന്റിലേഷന്റെ ഗ്രില്ലിന് പകരം ചെയ്തത് പിസ്റ്റൺ ആണത്. പിസ്റ്റൺ അതേപോലെ നിലനിർത്തി. അതെ അതെ അതെ, അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് നമ്മളത്. ഇത് സത്യം പറഞ്ഞാല് ഈ കുട്ടികൾക്ക് ട്രെയിനിങ് ഇവിടെ വെച്ച് കൊടുക്കണം. അഭിപ്രായം സാറിനോട് പറയാനുള്ള, സാർ ഇത്രയും വന്ന് കണ്ടില്ലേ, ഇപ്പൊ പലതും വണ്ടികളുടെ പ്രവർത്തനങ്ങൾ, വണ്ടികളുടെ പാർട്സ് ഇതാന്ന് പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും ഇവിടെ ഒരു സൗകര്യമുണ്ട്. അതേപോലെ ഈ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള ഒരു ഉപാധി മാത്രമാക്കരുത്. അവര് വണ്ടികളുടെ പ്രവർത്തനം എങ്ങനെയാണ്. അപ്പൊ സാർ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞു, സാറിന് അതിനെ കുറിച്ച് അറിയാവുന്നുണ്ട്. അതേപോലെ പഠിച്ചാൽ മതി, അപ്പൊ അറിയാൻ പറ്റും ഒരു പിസ്റ്റൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഒരു ബോൾട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഒരു വീൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു. ഇതുകൂടെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപകടങ്ങൾ ഒരുപാട് ഒഴിവാക്കാം. വണ്ടികളിൽ ഉണ്ടാകുന്ന പോരായ്മ ഒരു മെക്കാനിക്ക് പ്രോപ്പറായിട്ട് പണിതില്ലെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. വണ്ടികളെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക, അതാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. അത് പഠിപ്പിക്കാൻ മീഡിയയുടെ സൈഡിൽ നിന്ന് ഒരുപാട് അതിന് വേണ്ട കാര്യങ്ങൾ. ലൈസൻസ് എടുത്തു പോയ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഈ ടയറിന്റെ ത്രെഡ് എന്തുമാത്രം തേഞ്ഞാലും അത് പൊട്ടുന്നതാണ് അവരെ കണക്ക്. അല്ലാതെ ഒരു ഡേറ്റ് ഉണ്ട് ടയറിന്, അതുപോലും അറിയത്തില്ല. ഒരു കേബിളിന് ഡേറ്റ് ഉണ്ട്, ഇതറിയത്തില്ല. നമ്മളൊരു കേബിള് ഒരു സ്പെയർ മേടിക്കാൻ പോകുമ്പോൾ ആ കേബിള് നിങ്ങൾ എടുത്തിട്ട് ആ കേബിളിന്റെ കവറിൽ നോക്കണം, അതിന്റെ ഡേറ്റ് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞതാണോ, അതുവരെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ പബ്ലിക്കിന് അത് അറിയാത്തത് കൊണ്ടാണ്. അത് മിക്കവാറും ഈ ഡ്രൈവിംഗ് സ്കൂളിലാണ് അത് സെറ്റ് ചെയ്യേണ്ടത്. ഡ്രൈവിംഗ് സ്കൂളിൽ എന്തായാലും പഠിക്കാൻ പോകുന്നുണ്ട്. പഠിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് പഠിപ്പിക്കണം. ഒരു വണ്ടി പ്രവർത്തിക്കുന്നത് ഇത് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഈ സാറന്മാരുണ്ട്, അവരെയൊക്കെ വിളിച്ച് പഠിപ്പിക്കാൻ. അല്ല നിങ്ങൾക്കൊരു ദിവസം ക്ലാസ് കൊടുക്കും.